ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ഭയം കൂടാതെ കിടന്നുറങ്ങാനായി നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? നമ്മുടെ കൂടെയുള്ളവർ, വിദൂരത്തായിരിക്കുന്നവർ, വിദേശത്തായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ, എങ്ങും അരക്ഷിതാവസ്ഥയുള്ള ജീവിതം, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ, രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വമില്ലായ്മ, രാത്രിയിൽ ഒന്ന് നല്ലതുപോലെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്ന ദുഃഖം പേറി അനേകർ ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിലും, ഒരു പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള വ്യക്തിയായിരിക്കാം. ഒരു പക്ഷേ ഇത് കേൾക്കുന്നത് വിദേശത്ത് ഏതോ രാജ്യങ്ങളിൽ ഒറ്റയ്ക്കിരുന്നായിരിക്കാം ഇത് കേൾക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ ഉറങ്ങാൻ എല്ലാ ലൈറ്റും കെടുത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രാർത്ഥന ഓണാക്കി കേട്ടുകൊണ്ട് കിടക്കുന്നവരാകാം. ഒരു പക്ഷേ ജീവിതത്തിൽ ഒന്നും അർത്ഥമില്ലല്ലോ, എന്തിനീ പ്രാർത്ഥന കേൾക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാകാം. അതല്ല എങ്കിൽ ഈ പ്രാർത്ഥന ഓണാക്കി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുന്നവരാകാം. ഒരു പക്ഷേ നിങ്ങൾ യാത്രയിലിരുന്ന് മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാകാം. ഒരു പക്ഷേ നിങ്ങൾ ഉറങ്ങാൻ കിടന്നാലും ഇത് മുഴുവനായി കേൾക്കണം എന്ന ആഗ്രഹത്തോടെയുള്ളവരാകാം. നിങ്ങൾ ഏത് അവസ്ഥയിൽ എവിടെയായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ ആശുപത്രിയിലായിരുന്നായിരിക്കും ഇത് കേൾക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഇടയിൽ അല്പസമയം കണ്ടെത്തിയായിരിക്കാം ഇത് പ്രാർത്ഥിക്കുന്നത്. നാളത്തെക്കുറിച്ചുള്ള ആലോചനയിൽ വീർപ്പുമുട്ടിയായിരിക്കാം ഇത് കേൾക്കുന്നത്. ഏതവസ്ഥയിലാണെങ്കിലും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടരുത്. ആർക്കും നിങ്ങളെ തൊടാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഒരു വ്യക്തി പോലും നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുകയില്ല. ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായി അഭയം കൊള്ളുക. കർത്താവേ, നീ എൻ്റെ കോട്ടയായിരിക്കണമേ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ജീവനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ നീ സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കണമേ. ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ ഭവനം, എൻ്റെ വീട്, എൻ്റെ വീട്ടുകാർ ദൂരെയിരുന്ന് കർത്താവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും നീ കേൾക്കണമേ. ഇന്ന് ഏതൊക്കെ സ്ഥിതിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിലും, നമ്മുടെ ഉറക്കം കെടുത്തുന്ന അനേകം പ്രശ്നങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. കർത്താവ് ജനത്തിൻ്റെ കോട്ട എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് എപ്പോഴും കർത്താവ് കോട്ടയായിരിക്കും, അഭയമായിരിക്കും, സങ്കേതമായിരിക്കും, ശക്തിയായിരിക്കും. അതിനാൽ നിങ്ങൾ ധൈര്യപൂർവം കർത്താവിൽ ആശ്രയിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന് ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും. ഈ രാത്രിയിൽ കർത്താവിന് നിങ്ങൾക്ക് നല്ല ഒരു ഉറക്കം നൽകി, അതിരാവിലെ വരെ നല്ല ഒരു ഉറക്കം നൽകി അതിരാവിലെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. ഈ രാത്രിയിൽ നിങ്ങളുടെ രോഗാവസ്ഥയെ കർത്താവിന് സുഖപ്പെടുത്താൻ സാധിക്കും. ഈ രാത്രിയിൽ നിങ്ങൾക്ക് തകർന്നു പോയ ആ ആത്മവിശ്വാസം കർത്താവിന് നേടിത്തരാൻ സാധിക്കും. ഈ രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ വീണ്ടെടുത്ത് നൽകാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഈ രാത്രിയിൽ കർത്താവിന് കഴിയും. നിങ്ങളുടെ ഭാരപ്പെട്ട, വേദനപ്പെട്ട ഹൃദയം കർത്താവിന് സമർപ്പിക്കുക. നിങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കുക, ശരീരത്തെ സമർപ്പിക്കുക, രോഗപീഠകളെ സമർപ്പിക്കുക, നിങ്ങളെ അലട്ടുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ സമർപ്പിക്കുക. എല്ലാം കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കൊരു മറുപടി നൽകണമേ. ഈ രാത്രിയിൽ
എന്നോട് നീ സംസാരിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് ചുവടുവെക്കുവാൻ അതിരാവിലെ നീ എന്നെ ഉണർത്തണമേ. ഈ രാത്രിയിൽ അല്ലലില്ലാതെ, ഭയം കൂടാതെ, ആരെയും പേടിക്കാതെ സുഖമായി കിടന്നുറങ്ങാൻ കർത്താവേ നീ എൻ്റെ കോട്ടയായിരിക്കണമേ. എനിക്ക് ചുറ്റും നീ കാവലുണ്ടായിരിക്കണമേ. ഞാൻ ഉറങ്ങുമ്പോൾ തിന്മയുടെ ശക്തികൾ എനിക്കെതിരെ എഴുന്നേൽക്കാൻ നീ അനുവദിക്കരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും സംരക്ഷണത്തിനും, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന, വിദൂരത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ അത്ഭുത സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തിരുവചനം നമുക്ക് കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 125 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവേ, നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ. എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും. ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കൾക്ക് ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, നീ കാരുണ്യവാനാണ്. നീ ഞങ്ങളുടെ സങ്കേതമാണ്. നിന്നിൽ അഭയം തേടുന്നവരുടെ കോട്ടയാണ് അങ്ങ്. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രത്യേകം നിന്റെ കരം കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന, കുടുംബത്തിലായിരിക്കുന്ന എല്ലാവരെയും നീ നിന്റെ പൊൻകരത്താൽ കാത്തുകൊള്ളണമേ. കർത്താവേ, നാളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ സാന്ത്വനം നൽകി സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, നിനക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നിന്നിൽ ആശ്രയിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും. നിനക്ക് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകാൻ സാധിക്കും. നിനക്ക് ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. നിനക്ക് ഞങ്ങൾ അന്വേഷിക്കുന്ന കാര്യം അത് കണ്ടെത്താൻ നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും. കർത്താവേ, ഞങ്ങൾ മുട്ടുന്ന വാതിലുകളെ തുറക്കാൻ നിനക്ക് സാധിക്കും. ദൈവമേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന ഓരോ ആവശ്യങ്ങളും നൽകാൻ നിനക്ക് സാധിക്കും. കർത്താവേ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ നിലവിളി നീ കേൾക്കണമേ. നിൻ്റെ സന്നിധിയിൽ മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, പൂർണ്ണ ഹൃദയത്തോടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ നീ ഒപ്പണമേ. കർത്താവേ, നാളെക്കുറിച്ച് ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ദുഃഖിച്ച് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ രാത്രിയിൽ പുതിയ പ്രത്യാശയായി, പുതിയ സന്തോഷമായി, ആനന്ദമായി നീ ഞങ്ങളെ കരുതണമേ. നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ കർത്താവെ, ജോലി ചെയ്യുന്ന എല്ലാവരെയും, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും ദൈവമേ പ്രത്യേകം നിൻ്റെ പൊൻകരത്താൽ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൈറ്റ് ഷിഫ്റ്റിൽ ഉള്ള അപകടകരമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നീ തന്നെ ഈ മക്കളോട് കൂടെ ഉണ്ടാകണമേ. പൂർവാധികം സ്വാതന്ത്ര്യത്തോടെ നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ നീ ശക്തിപ്പെടുത്തണമേ. അവരാരെയും ഭയപ്പെടാതെ കർത്താവെ ജോലി ചെയ്യുന്നതിന് നീ അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അവരെ ഒരു തിന്മ പോലും തൊടാതെ, അവരുടെ മനസ്സിനെ, ശരീരത്തെ
അന്തരാത്മാവിനെ, അവരുടെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ അപകടങ്ങളിൽ നിന്നും, മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും അവരെയും അവരുടെ വാഹനങ്ങളെയും കൂടെ യാത്ര ചെയ്യുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. വാഹനം ഓടിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഭയപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം നൽകി, സമാധാനം നൽകി, ആത്മശക്തി നൽകി, നല്ല ഒരു ഉറക്കം നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ. നാളത്തെ പ്രഭാതം നിന്റെ കരം പിടിച്ചുണരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന നീ കേൾക്കണമേ. എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ ആവശ്യങ്ങളിലും കരുണ തോന്നി നീ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ കരം പിടിച്ച് സ്വാതന്ത്ര്യത്തോടെ ഉറങ്ങാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്നെ നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും, വസ്തുവകകൾക്ക് ചുറ്റും, കുടുംബത്തിന് ചുറ്റും, കുടുംബാംഗങ്ങൾക്ക് ചുറ്റും കർത്താവിൻ്റെ ശക്തരായ സൈന്യങ്ങൾ നിലയുറപ്പിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാവിധ ദുഃഖത്തിൽ നിന്നും, വേദനയിൽ നിന്നും, ഭയത്തിൽ നിന്നും കർത്താവ് തന്നെ നിങ്ങൾക്ക് മോചനം നൽകട്ടെ. നാളത്തെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കാരുണ്യം കാണാൻ അവിടുന്ന് നിങ്ങളെ വിളിച്ചുണർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി, ആശ്വാസം നൽകി, സമാധാനം നൽകി, ആരോഗ്യപരമായ നല്ലൊരു ഉറക്കം നൽകി കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.